ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ നാളായി കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇതൊരു കേക്ക് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ മട്ടൺ റിബ്സ് വാങ്ങിച്ചു കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഗ്രില്ലിങ്ങും കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കൊച്ചു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ബേക്കിങ്ങിൻ്റെയൊക്കെ ആവശ്യം വരുമ്പോൾ ഞാൻ ഈ OTG ഓവൻ എടുത്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് കൊണ്ടുവയ്ക്കുക ചെയ്യുന്നത്. കാരണം ഫുൾ ടൈം അവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ഇച്ചിരി വലുതുമാണ്, അപ്പോൾ സ്പേസ് ഒത്തിരി എടുക്കുന്ന പോലെ തോന്നും. അപ്പോൾ വേറെ സ്ഥലത്ത് ഇതിന് കറക്റ്റായിട്ടുള്ള പ്ലഗുമില്ല. അപ്പോൾ പിന്നെ ഞാൻ ആവശ്യമുള്ളപ്പോൾ ഇങ്ങ് കൊണ്ടുവരാൻ ചെയ്തത്. സാധാരണ ഓവൻ നമ്മൾ റെഗുലർലി എന്തെങ്കിലും കാര്യത്തിനൊക്കെ ചൂടാക്കാനൊക്കെ വേണ്ടി എടുക്കുന്നതാണ്. അപ്പോൾ അതെന്തായാലും അവിടെ വയ്ക്കാതെയും പറ്റില്ല. അപ്പോൾ കേക്കിൻ്റെ കാര്യങ്ങളിലോട്ട് പോവാട്ടോ. മുന്നേയൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കിയിരുന്നൊരു കേക്കാണ്, പഴം കുറച്ചധികം പഴുത്താൽ ഉണ്ടാക്കിയിരുന്നൊരു കേക്കാണ് കേട്ടോ, ബനാന ബ്രെഡ് എന്നും പറഞ്ഞിട്ട്. അത് ഞാനപ്പോൾ ഇന്ന് നോക്കുമ്പോൾ മൈദയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കിയെടുക്കാം. 3 പഴം എന്തായാലും കറുത്ത് വല്ലാതെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കേക്ക് ഉണ്ടാക്കാം. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ റെസിപ്പിയൊക്കെ വെച്ചിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ ഈ ബനാന ബ്രെഡിൻ്റെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് റെസിപ്പി വേണമെന്നുള്ളവർ ഓൾറെഡി അതൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇത് ഒരുപാട് തരത്തിൽ നമുക്ക് ബനാന ബ്രെഡ് ഉണ്ടാക്കാം. പക്ഷേ ഇത് ഒത്തിരി സിമ്പിൾ, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടല്ല, പക്ഷേ നല്ല സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഞാനെപ്പോഴും ഈ ഒരു രീതിയിലാണ്, അല്ലാതെ ഒരുപാട് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്ന റെസിപ്പീസ് ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റും മോയിസ്റ്റിയും ഒക്കെയാണ്. ഞാൻ എന്തായാലും ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഗോതമ്പ് പൊടി അല്ലെങ്കിൽ മൈദ, ബേക്കിംഗ് പൗഡറൊക്കെ വെച്ച് ഒന്ന് അരിച്ചെടുക്കും. പിന്നെ അതിൽ ഇച്ചിരി ഉപ്പും ചേർക്കും കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് കേട്ടോ, പക്ഷേ ഒരുപാട് കേക്കുകളൊന്നും ട്രൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ബേസിക്കായിട്ട് 1-2 എണ്ണമൊക്കെ. അപ്പോൾ നമ്മളത് അരിച്ചെടുത്തില്ലേ, പിന്നെ ബാക്കി ആ 3 പഴം ഒന്നില്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ മാഷ് ചെയ്ത് കൊടുക്കാം. അതാവുമ്പോൾ ഫുള്ളങ്ങ് അരഞ്ഞു പോവില്ല കേട്ടോ. ഇത് നമുക്ക് ഒരു പഴത്തിൻ്റെ ഒരു കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മൾ ഫോർക്ക് വെച്ചിട്ട് മാഷ് ചെയ്താൽ മതി. ഞാനിതിപ്പോൾ എളുപ്പത്തിന് മിക്സിയിലിട്ടിട്ട് അങ്ങ് ഒരൊറ്റ കറക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് അവൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാമെന്ന്. അപ്പോൾ സാധാരണ പോലെ നമ്മൾ 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ടൈമർ കൊടുത്ത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പഴം ഒന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാം. പഴം അടിച്ചിട്ട് മുട്ടയും കൂടി ആഡ് ചെയ്ത് മിക്സിയിൽ അടിക്കുക കേട്ടോ നല്ലത്. അപ്പോൾ ഞാനെന്തോ ഈ സമയത്ത് അങ്ങനെ ചെയ്തില്ല, മുട്ട അതിനകത്ത് ആഡ് ചെയ്ത്. പിന്നെ ഇത് ബ്രൗൺ ഷുഗറാണ് കേട്ടോ. ബ്രൗൺ ഷുഗർ ഒരു 1/2 കപ്പ്, സാധാരണ പഞ്ചസാര എടുത്താലും മതി. അതുപോലെ ഒരു 1/4 കപ്പ് ഓയിൽ, ഇത് വെജിറ്റബിൾ ഓയിലാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ല പോലെ, ഇതിപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കമ്പൈൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിട്ടില്ലേ ആ ഗോതമ്പ് പൊടി ഒന്ന് ആഡ് ചെയ്ത്, പിന്നെ പയ്യെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്ന് പയ്യെ ഇളക്കി ഒന്ന് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ റെഡിയാണ്. ഇതുപോലുള്ളൊരു ലോഫ് പാനിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അതൊന്ന് ഞാൻ ജസ്റ്റ് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പ് വരുന്നതുകൊണ്ടാണ് ഇതിനെ ബനാന ബ്രെഡ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ ഇത് സാധാരണ ബനാന കേക്ക് തന്നെയാണ്. നമ്മളൊരു ബ്രെഡിൻ്റെ ഷേപ്പിലല്ലേ നമുക്ക് കിട്ടുന്നത്. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ രാവിലെയൊക്കെ കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു ഐറ്റമാണ് ബനാന ബ്രെഡ്. അപ്പോൾ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ഉണ്ടാക്കിയപ്പോൾ അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടിയിട്ടോ. അവൻ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഇനി എടുത്തിട്ട് ഒരു 20 to 30 മിനിറ്റ്സ് ഒക്കെ കൊണ്ട് സംഭവം റെഡിയായി കിട്ടും. അപ്പോൾ ഇനിയത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ക്ലീനിങ് ചെയ്യാനുണ്ട്. നമ്മുടെ കിഡ്സ് റൂമിൻ്റെ ഒരു കോലാണ് കേട്ടോ ഇത്. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മുടെ വീഡിയോയിൽ നല്ല എളുപ്പമല്ലേ, ഒന്ന് ക്യാമറ തിരിച്ച് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ റൂമൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ടാവും. അതൊരു മാജിക്കാണ്.
അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സൊക്കെ എടുത്ത് ഒന്ന് നമ്മുടെ വിൻഡോൻ്റെ സൈഡിലോട്ട് വെച്ചു. അപ്പോൾ കുറച്ചൊന്നുകൂടി വെയിലൊക്കെ കൊണ്ട് ഒന്ന് ഉഷാറാവട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ആലോവേര ഒന്ന് പറിച്ച് റീപോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പ്ലാന്റ്സിൻ്റെ എന്തെങ്കിലും യെല്ലോ ലീവ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് അവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ കൊടുത്ത് അതുപോലെ ഒരു ടേർട്ടിൽ വൈനൊന്ന് റീപ്ലാന്റ് ചെയ്തിരുന്നു. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ബനാന ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. മൈദയിൽ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമ്മുടെ വാൾനട്ടോ അതുപോലെ കാഷ്നട്ടൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കിടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ലാസ്റ്റ് ഇതെങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ വാക്കിങ്ങിന് പോയിട്ടുണ്ടായില്ല. അപ്പോഴാണ് ഉച്ചയ്ക്ക് എനിക്ക് ഈ ഒരു പണി കിട്ടിയത്. മട്ടൺ റിബ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഗ്രില്ല് ചെയ്ത് കഴിക്കാൻ ഇവിടെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് അവനിൽ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഒരു 20-30 മിനിറ്റ്സൊക്കെ കഴിയുമ്പോൾ 25 മിനിറ്റ്സൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് മറിച്ചിടണം. അപ്പോൾ അത് ഞാനിവിടെ മോളെയൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ വാക്കിങ്ങിന് പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ ഇത് ഏകദേശം ഒരു 1 hour എടുക്കും. അപ്പോൾ പിന്നെ എൻ്റെ വാക്കിംഗ് മുടങ്ങിപ്പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് പോവാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ബേക്കിംഗ് ട്രേ ഉണ്ടല്ലോ, അതിനകത്ത് ഞാൻ ഇതുപോലെ ബട്ടർ പേപ്പർ ലൈൻ ചെയ്തിട്ട്, അങ്ങനെ ലൈൻ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ റിബ്സ് മാരിനേറ്റഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല എളുപ്പമാണ്. അപ്പോൾ ഈ ഉണ്ടാക്കിയ ബനാന ബ്രെഡും മട്ടൺ റിബ്സും ഒന്നും ഞാൻ കഴിക്കാറില്ല കേട്ടോ. ഞാനിപ്പോൾ ഡയറ്റിലായതുകൊണ്ട് അത് കഴിക്കാറില്ല. അപ്പം ഡയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിൽ നമുക്ക് ശരിക്കും ഇതിങ്ങനെ കഴിക്കാൻ പറ്റാതെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നും കേട്ടോ. പക്ഷേ നമുക്ക് നമ്മളുടെ വെയിറ്റിൽ ചെറിയ വ്യത്യാസങ്ങൾ, അതുപോലെ നമുക്ക് കിട്ടുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഫീൽ ചെയ്യുമ്പോഴത്തേനും നമുക്കിത് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു വിഷമം പയ്യെ മാറുന്നതായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഇങ്ങനെ ഇതിന് പുറത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതല്ലെങ്കിൽ ഡ്രൈ ആവും. അതുപോലെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, വേറൊരു ട്രേയിൽ വെള്ളം നിറച്ചിട്ട് താഴെ വെച്ച് കൊടുക്കും. അതല്ലെങ്കിൽ ഇതിങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോവും. അപ്പോൾ ഇതുപോലെ വെള്ളം താഴെ വയ്ക്കുമ്പോഴത്തേനും നല്ല ഗ്രില്ല് നല്ല മോയിസ്റ്റായിരിക്കും കേട്ടോ. നമ്മുടെ ഗ്രില്ലൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഞാൻ വേഗം നടക്കാൻ വന്നു. എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റ്സ് എന്തോ ആണ് നടന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മേലെ വന്നപ്പോഴത്തേനും മട്ടൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ്, കോണും ക്യാരറ്റും സവാളയും അതും കൂടി ഒന്ന് ഗ്രില്ലാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ ബനാന ബ്രെഡ് അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നേയൊക്കെ ഞാൻ ട്രൈ ചെയ്തപ്പോൾ ഡ്രൈ ആയിപ്പോയി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നിരുന്നു. ആദ്യം ഞാൻ നല്ല പോലെ ഉണ്ടാക്കിയിരുന്ന കേക്കാണ്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം പെർഫെക്റ്റായിട്ട്, ഞാൻ നല്ല പെർഫെക്റ്റായി എന്ന് പറയില്ല, എന്നാലും ഓക്കെ ആയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം. എൻ്റെ ഒരു ഹെൽത്തി വേർഷൻ ഓഫ് ബനാന ബ്രെഡാണ്. കാരണം സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ മൈദയൊക്കെ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക എന്തെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിനിമയ്ക്ക് പോയാലോ അല്ലെങ്കിൽ അങ്ങനെ ഫേവററ്റ് തിങ്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം വരിക. അപ്പോൾ കുട്ടികളുടെ പരീക്ഷ കഴിയട്ടെ എന്നിട്ട് വേണം സന്തോഷിക്കാൻ. ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നതിനേക്കാളും നമ്മുടെ അന്നന്നത്തെ കാര്യങ്ങളിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഡിഫറൻസ് ഉണ്ടാക്കും കേട്ടോ ലൈഫിൽ. ഒരു പുതിയ ഡിഷ് ട്രൈ ചെയ്തിട്ട് അത് സക്സസ് ആകുമ്പോൾ, നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും കഴിച്ചിട്ട് അടിപൊളിയായി എന്ന് പറയുമ്പോൾ, നമ്മുടെ ഗാർഡനിൽ ഒരു ചെടിക്കൊരു നല്ലൊരു പൂ വരുമ്പോൾ, കുട്ടികൾ പഠിക്കണതിൻ്റെ ഇടയിൽ കുറച്ച് സമയം നമ്മൾ അവരായിട്ടൊന്ന് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടമുള്ള ഒരു പുതിയ റെസിപ്പിയോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഈവൻ നമ്മൾക്ക് കഴിക്കാൻ പറ്റില്ലെങ്കിലും അവർക്കൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ, ഇതെല്ലാം കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണല്ലേ. ഓരോ ദിവസവും ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതിയിട്ട് ആ ദിവസത്തെ എങ്ങനെ നമുക്ക് അടിപൊളിയാക്കാം, എങ്ങനെ നമുക്ക് കൂടുതൽ സന്തോഷമായിട്ടിരിക്കാം, മറ്റുള്ളവരിലേക്കും നമ്മുടെ സന്തോഷം എങ്ങനെ കൂടുതൽ സ്പ്രെഡ് ചെയ്യാം, അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളും കൂടുതൽ ഹാപ്പി ആവും അല്ലേ.
അങ്ങനെയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇത്. കാര്യം നല്ല തിരക്കായിരുന്നു, ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു, അതിൻ്റെ ഇടയിൽ ഓടിപ്പോയി വർക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നു. എങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നല്ലൊരു സന്തോഷം തോന്നിയ, നല്ലൊരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ചെറിയൊരു വ്ളോഗായിരുന്നു. എൻ്റെ കുറച്ച് ഹാപ്പിനെസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസ് എല്ലാം അറിയിക്കുക. അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.